تؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ റസൂലിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ നികൃഷ്ടമായി ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും എന്നാണ്. അന്നബിയു പ്രവാചകൻ, ഔലാ ബിൽ മുഅ്മിനീൻ അവർക്ക് ഏറ്റവും ബാധ്യതയുള്ളത്, അവർക്ക് ഏറ്റവും വലിയ കടമയുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകനോടാണ്. പ്രവാചകന്റെ പത്നിമാർ അവരുടെ മാതാക്കളുടെ സ്ഥാനത്താണ് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അള്ളാഹുവിനെയും പരിശുദ്ധ ഖുർആനിനെയും പ്രവാചകനെയും ഇസ്ലാമിക ശരീഅത്തിനെയും ഒക്കെ അപമാനിക്കുന്നത് ഒരു ട്രെൻഡായി ലോകമെമ്പാടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നിൽ അത് പ്രവർത്തിപ്പിക്കുന്ന ആളുകൾക്ക് പ്രത്യേക അജണ്ടകളുണ്ട്. അതിനൊക്കെ വലിയ ഫണ്ടിങ് ആണ് ലോകാടിസ്ഥാനത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ, ആളുകൾക്കിടയിൽ പേരും പ്രശസ്തിയും ഉണ്ടാകാൻ, ന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിച്ച് ഇസ്ലാമോഫോബിയ വളർത്തി അതിലൂടെ അധികാര സ്ഥാനങ്ങളിൽ എത്തിപ്പെടാനൊക്കെ ഇതുവഴി ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ യഥാർത്ഥ ചരിത്രവും ചിത്രവും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവങ്ങളുമൊക്കെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക, അത് വ്യാപകമാക്കുക, നമ്മളുടെ ജീവിതത്തിൽ നാം അത് പകർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മളുടെ ബാധ്യത. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ബനു ഇസ്രായേലിനെ ശപിച്ച കാര്യം പറയുന്നുണ്ട്. ലഅനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായ ദാവീദിന്റെയും ഈസാ നബിയുടെയും നാവുകളിലൂടെ അള്ളാഹു ഇസ്രായേലിനെ ശപിച്ചിട്ടുണ്ട്. എന്താണ് അവർ ശാപത്തിന് അർഹരാകാനുള്ള കാരണം? കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു ലബിഇസ മാ കാനൂ യഫ്അലൂൻ. അവർക്കിടയിലുള്ള ദുരാചാരങ്ങളെ, അവർക്കിടയിൽ തിന്മ കണ്ടാൽ അവർ വിമർശിക്കാറുണ്ടായിരുന്നില്ല എന്നതാണ്. അതിനോട് സമരസപ്പെട്ടു പോകുന്ന ഒരു മാനസികാവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ കാരണത്താൽ അള്ളാഹു ഇസ്രായേലരെ ഒന്നായി ശപിച്ചിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂലിനെ അപഹസിക്കുകയും പരിഹസിക്കുകയും റസൂലിനെതിരെ കാർട്ടൂണുകൾ വരയ്ക്കുകയും സിനിമയുണ്ടാക്കുകയും ചീത്ത പറയുകയും ചെയ്തിട്ട് നമ്മുടെ മനസ്സിന് യാതൊരു പ്രയാസവുമില്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ ഈമാനില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. പല ആളുകളും അത്തരം ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള ചരിത്രവും റസൂലിന്റെ യഥാർത്ഥ ജീവിത രീതിയുമൊക്കെ അത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അതുമാത്രം മതിയാകുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി. നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ ബലപ്രയോഗത്തിലൂടെ അതിനെ തടയട്ടെ. ബലപ്രയോഗത്തിന് സാധ്യമല്ലാത്ത ആളുകൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമവാഴ്ച നടക്കുന്ന ഒരു രാജ്യങ്ങളിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അത്തരം ഘട്ടങ്ങളിൽ നിയമം കയ്യിലെടുത്ത് വ്യക്തികൾ ആ കാര്യം നടപ്പാക്കേണ്ടതില്ല. മറിച്ച് നിയമവും അധികാരവും നടപ്പാക്കേണ്ടവർ, അത് കയ്യിലുള്ളവർ, അവരെ അതിനുവേണ്ടി നിയമപരമായ വ്യവഹാരങ്ങളിലൂടെ സമീപിക്കുകയും കുറ്റക്കാർക്കെതിരെ നിയമം നടപ്പാക്കാൻ അവരെ നിർബന്ധിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത്തരം ഘട്ടങ്ങളിൽ കോടതി വ്യവഹാരങ്ങൾ നടത്താൻ വിശ്വാസികൾ കൂട്ടായി അതിന് യത്നിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തിപരമായി നഷ്ടം വരുന്ന എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മുസ്ലിം സംഘടനകളും കൂട്ടായ്മകളും ഒക്കെ എല്ലാം മറന്നൊന്നിച്ചത്. NRC വന്നപ്പോൾ, നമ്മളുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചു. എല്ലാ കക്ഷികളും അവർക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മറന്നുകൊണ്ട് അതിനെതിരെ രാപ്പകൽ സമരവുമായി നമ്മൾ മുന്നോട്ട് വന്നു. നല്ല കാര്യം തന്നെ. അള്ളാഹുവിൻ്റെ റസൂലിന്റെ വ്യക്തിത്വത്തെ, അള്ളാഹുവിൻ്റെ റസൂലിന്റെ പത്നിമാരെ, നമ്മുടെ ഉമ്മമാരെ അപമാനിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾക്ക് അങ്ങനെ ഒത്തുകൂടാൻ കഴിയുന്നില്ല. നമുക്കുണ്ടാകുന്ന ഭൗതികമായ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നേതാക്കളെയോ നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളെയോ ആരെങ്കിലും ആക്ഷേപിച്ചാൽ, നമ്മളെ തന്നെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ നമ്മൾ ഉടൻ കോടതികളിലേക്ക് എത്തി നിയമ നടപടി സ്വീകരിക്കുന്നു. അത്തരക്കാർക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെ, റസൂലിന്റെ ഭാര്യമാരെ, സ്വകാര്യ ജീവിതത്തെയൊക്കെ എല്ലാ തരത്തിലും അപമാനിക്കുകയും അപഹസിക്കുകയും ചെയ്തിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് എന്തുകൊണ്ട് ആ രൂപത്തിൽ അത്തരക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല? അതിന് കഴിവും യോഗ്യതയുമുള്ള നിയമവിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തി അത്തരക്കാർക്ക് വരുന്ന സാമ്പത്തിക ചെലവുകൾ വിശ്വാസികൾ നൽകേണ്ടി വരും.
പ്രവാചക നിന്ദ നടത്തുന്ന ആളുകളെ നിയമപരമായി നേരിടാൻ വേണ്ടി വലിയ ഫണ്ടിങ് ആവശ്യമായി വരും. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ആളുകളെ സഹായിക്കുകയും അതിനുവേണ്ടി പ്രത്യേകം ഫണ്ട് രൂപീകരിക്കുകയും സക്കാത്ത് ഫണ്ടിൽ നിന്ന് പോലും ഒരു വിഹിതമെങ്കിലും മാറ്റിവെച്ച് വിശ്വാസികൾ അതിനുവേണ്ടി മുന്നോട്ട് വരണം. സമ്പത്ത് കൈവശമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ സമ്പത്തുമായി അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ നിങ്ങളോട് ചോദിക്കപ്പെടും. അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അത്തരം സക്കാത്ത് ഫണ്ടിന്റെ വിഹിതങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. അള്ളാഹുവിന്റെ ദീൻ അള്ളാഹു സംരക്ഷിക്കും. സൂര്യപ്രകാശത്തെ തടുത്തു നിർത്താൻ ആർക്കും സാധ്യമല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരി തന്നെയാണ്, സൂര്യപ്രകാശത്തെ തടുത്തു നിർത്താൻ ആർക്കും സാധ്യമല്ല. പക്ഷേ ചില പ്രത്യേക സ്ഥലത്ത് നമ്മളൊരു വീട് കെട്ടി ആ വീടിന്റെ ജനാലകളും വാതിലുകളും ഒക്കെ അടച്ചു, എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഇരുട്ടുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അതേപോലെ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തോ കാലത്തോ സാഹചര്യങ്ങളിലോ ഒക്കെ അള്ളാഹുവിന്റെ മതത്തെയും പ്രവാചകന്റെ ശരിയായ വ്യക്തിത്വത്തിന്റെയും ഒക്കെ യാഥാർത്ഥ്യങ്ങളെ ആളുകളിൽ നിന്ന് മറച്ചു പിടിക്കാനും തെറ്റിദ്ധാരണ വരുത്താനും ഒക്കെ സാധിക്കും. അത്തരം ഘട്ടങ്ങളിൽ സത്യത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമായ സംഗതിയാണ് അതിനെതിരെ പ്രതികരിക്കുക എന്നത്. മാനസികമായ ഐക്യദാർഢ്യം മാത്രം പോരാ, സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് വരേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിലോ ജന്മമാസത്തിലോ പ്രത്യേകം പരിപാടികളോ ആഘോഷങ്ങളോ നടത്തുകയും അതല്ലെങ്കിൽ കൊടിതോരണങ്ങൾ തൂക്കുകയും പള്ളികളും മദ്രസകളും അലങ്കരിക്കുകയും ചെയ്ത അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ബാധ്യത പൂർത്തിയായി. അതാണ് പ്രവാചക സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ധാരണകൾ തിരുത്തുകയും യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയുകയും നമ്മളുടെ ബാധ്യത മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത്, അള്ളാഹു അവന്റെ വേദഗ്രന്ഥം ഇറക്കി, വഅൻസൽനൽ ഹദീദ്, അള്ളാഹു വാനലോകത്ത് നിന്ന് തന്നെയാണ് ഇരുമ്പ് ഇറക്കിയത് എന്നാണ്. ഏതൊരു നിയമവും ഗുണകരമായ പദ്ധതിയാവട്ടെ അത് നടപ്പിലാക്കണമെങ്കിൽ അധികാരത്തിന്റെ ദണ്ട് ആവശ്യമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനും അവന്റെ പ്രവാചകനും നേരെ വരുന്ന വെല്ലുവിളികളെ വിശ്വാസികൾ ഏറ്റെടുക്കുകയും അതിനെ വൈജ്ഞാനികമായി നേരിടുകയും ചെയ്യുന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിയമപരമായി അത്തരം കാര്യങ്ങളെ നേരിടുകയും ചെയ്യുക എന്നത്. ഇസ്ലാമിക ഭരണകൂടമുള്ള രാജ്യങ്ങളിൽ അത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. ഭരണകൂടമില്ലാത്ത പ്രദേശങ്ങളിൽ ഇന്ത്യ രാജ്യം പോലെ നമ്മുടെ നാട്ടിൽ മറ്റു മതങ്ങളെ അപഹസിക്കുന്നതും പരിഹസിക്കുന്നതും മത നേതാക്കളെയും പ്രവാചകന്മാരെയും ഒക്കെ അപമാനിക്കുന്നത് വളരെ വലിയ കുറ്റകൃത്യമാണ്. അത്തരം നിയമങ്ങൾ ഉണ്ടായിരിക്കെ അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി അത്തരം കാര്യങ്ങളിൽ നാം ഇടപെടുകയും പ്രവാചകനും ഇസ്ലാമിക ശരീഅത്തിനും വേണ്ടി പ്രതിരോധം തീർക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.